ഹരികുമാർ സാർ നമസ്കാരം. നമസ്തേ. വടക്കൻ കേരളത്തിലെ അടിവേര് മുഴുവൻ ഇളക്കിക്കൊണ്ടാണ് CPM പരാജയപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ പോലുള്ള, കാസർഗോഡ് പോലുള്ള, കോഴിക്കോട് പോലുള്ള മേഖലകളിലൊക്കെ വലിയ പരാജയം എന്ന് പറഞ്ഞാൽ വലിയ പരാജയം. കോഴിക്കോട് ഒറ്റ സീറ്റാണ് മുഹമ്മദ് റിയാസിലൂടെ സംരക്ഷിക്കാൻ പറ്റിയത്. ഈ പരാജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എവിടെയും ഇല്ലാതാക്കിയിരിക്കുന്നു. ഇന്ത്യയിൽ ഇപ്പൊ എവിടെയും അവരില്ല, അപ്രത്യക്ഷമായിരിക്കുകയാണ്. മാത്രമല്ല BJPക്ക് 3 സീറ്റുകൾ വർദ്ധിപ്പിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പം ഇനി വരും വർഷങ്ങൾ എന്ന് പറയുന്നത് നിർണായകമാണ്. നമുക്കറിയാം 2016 പശ്ചിമ ബംഗാളിൽ BJP നേടിയത് 3 സീറ്റാണ്. 2021 എത്തിയപ്പോൾ അത് 77 ഉയർത്താനായിട്ട് BJPക്ക് സാധിച്ചു. പിന്നീട് 2026 അവര് ഇന്ന് പശ്ചിമ ബംഗാള് 200 കൂടുതൽ സീറ്റുകൾ നേടി ഭരണ പാർട്ടിയായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ ഒരു ഭരണ പാർട്ടിയിലേക്കാണോ BJP നീങ്ങുന്നത്? ഈ 35 LDFന് നിലവിൽ ലഭിച്ചിരിക്കുന്ന 35 BJP വിഴുങ്ങുമോ എന്നാണ് കേരളം ശരിക്കും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അതിലേക്കാണോ സാഹചര്യങ്ങൾ നീങ്ങുന്നത്? ശരിക്കും ഇപ്പോ CPM മുക്ത് ഭാരതായി എന്നാണ് ഞാൻ കരുതുന്നത്. കോൺഗ്രസ് മുക്ത് ഭാരത് എന്നൊരു വാചകം ഒരു പിന്നെ BJP നേരത്തെ പറയുമായിരുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നിന്ന് CPM തുടച്ചു നീക്കപ്പെട്ടു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും CPM ഭരണത്തിലില്ല. ബംഗാളിലെ ഒരു സീറ്റുണ്ടോ? അതോ സീറ്റില്ലയോ? എന്തോ ബംഗാളിൽ ഒരു സീറ്റുണ്ട്. ഒരു സീറ്റുണ്ട്. അതുപോലെ തന്നെ ത്രിപുരയിലും ഇന്ന് പാർട്ടിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല. അത്തരം ഒരു അവസ്ഥയിലേക്ക് CPM എത്തുമെന്ന് ഒരു 15 കൊല്ലം മുമ്പ് ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു? അതാണ് പക്ഷെ ഇന്നത്തെ യാഥാർത്ഥ്യം അതാണ്. അപ്പോ കേരളത്തിലെ ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് CPMന്റെ ചരിത്രത്തിലേറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടി എനിക്ക് തോന്നുന്നു 1977 നടന്ന ഇലക്ഷനിലായിരുന്നു. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള ഇലക്ഷനിൽ. അന്ന് കോൺഗ്രസിന് കേരളത്തിൽ പിന്നെ അന്ന് ഐക്യമുന്നണിക്ക് 120 സീറ്റ് ആയിരുന്നു തോന്നുന്നു ലഭിച്ചിരുന്നത്. അതുപോലുള്ള ഒരു കാലഘട്ടം എന്നോട് പല ആൾക്കാരും പണ്ട് പറഞ്ഞിട്ടുണ്ട്, കണ്ണൂരിന്റെ പല ഭാഗങ്ങളിലും CPM കോട്ടകളായിരുന്ന പല സ്ഥലത്തും പോയിട്ട് കൊടി ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞത് അടിയന്തരാവസ്ഥ കാലത്താണ്. അന്ന് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസ് പല മേഖലകളിലും പോയിട്ട് കോൺഗ്രസിന്റെ പതാക പല സ്ഥലത്തും പോയിട്ട് ഉയർത്തിയിരുന്നു. അങ്ങനെയുള്ള ആ കാലഘട്ടത്തിന്, അതായത് ആ സമയത്താണ് കോൺഗ്രസ് ആദ്യമായിട്ട് കണ്ണൂരും കാസർഗോഡും അത്യാവശ്യം ചില കേന്ദ്രങ്ങളിലൊക്കെ സ്വാധീനം ഉറപ്പിക്കുന്നത്. പിന്നീട് വീണ്ടും CPMന്റെ ഒരു തേരോട്ടം തന്നെ ആയിരുന്നു അവിടെ. പക്ഷെ ഇപ്പോഴേ പോലീസോ അടിയന്തരാവസ്ഥയോ ഒന്നുമില്ലാതെ തന്നെ CPMന്റെ കോട്ടകൾ എന്ന് പറയപ്പെടുകയല്ല, അത് യാഥാർത്ഥ്യമാണ്. കോട്ടകളായ പയ്യന്നൂര്, തളിപ്പറമ്പ്, അതുപോലെ കാസർഗോഡ് കണ്ണൂരിന്റെ തെക്കേ അറ്റത്തുള്ള തൃക്കരിപ്പൂര്, ഇവിടെയൊക്കെ പിന്നെ കോൺഗ്രസോ അല്ലെങ്കിൽ UDFന്റെ സഹായത്തോടു കൂടി CPM വിമതരും ഒക്കെ വിജയിച്ചിരിക്കുന്നു. ഉദുമയിലും, കാസർഗോഡ് ഉള്ള ഉദുമ മണ്ഡലത്തിലും അതുപോലെ തന്നെ കോൺഗ്രസ് അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചത്. നീലകണ്ഠനാണെന്ന് തോന്നുന്നു, അദ്ദേഹമാണ് വിജയിച്ചത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ മാറ്റം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ മാറ്റമാണ്. ഈ തെക്കൻ കേരളത്തിലെ പിന്നെ CPM അല്ല വടക്കൻ കേരളത്തിലെ CPMന് അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് കൃത്യമായിട്ട് ആശയപരമായ അടിത്തറയുണ്ട്, കൃത്യമായ കേഡറുകൾ താഴെ തട്ടിലുണ്ട്. ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുന്ന അങ്ങ് ഏറ്റവും താഴെ തട്ട് തൊട്ട് കൃത്യമായ പാർട്ടി മെഷീനറിയും ഒക്കെ ഉള്ള ഒരു സംവിധാനമാണ്. കാസർഗോഡ്, കണ്ണൂര്, ഏതാണ്ട് കോഴിക്കോട് ജില്ല വരെ ആ ഒരു പ്രവണതയുണ്ട്, കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലും വരെ. പക്ഷേ ഇപ്രാവശ്യം അത്തരം ശക്തി കേന്ദ്രങ്ങളിൽ തോൽപ്പിച്ചത് ആരാണ്? പയ്യന്നൂര് തോൽപ്പിച്ച കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കാരനാണ്. രക്തസാക്ഷി ഫണ്ടിന്റെ ദുരുപയോഗത്തിനെതിരെ ശബ്ദമുയർത്തി പാർട്ടിയിൽ നിന്നും പുറത്തു വന്ന കുഞ്ഞികൃഷ്ണൻ വിജയിച്ചു. പെട്ടെന്ന് അദ്ദേഹം അന്ന് പാർട്ടിയിൽ നിന്നും പാർട്ടിക്കെതിരെ ഒരു പൊതുയോഗം നടത്തിയപ്പോൾ അത് വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് പല ആൾക്കാരും പറഞ്ഞു അതൊക്കെ ആൾക്കൂട്ടം കൗതുകം കൊണ്ടാണ് വന്നത്, ഇത് ആദ്യത്തെ കൗതുകം കഴിയുമ്പോൾ അവരങ്ങ് തിരിച്ച് വീണ്ടും പാർട്ടിയിലേക്ക് പോകുക. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അത് വെറും കൗതുകമൊന്നും അല്ലായിരുന്നു. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പിന്നെ ശരിക്കു പറഞ്ഞാൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവണതകളെ തിരിച്ചറിഞ്ഞ പാർട്ടി പ്രവർത്തകർ തന്നെ കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ചു എന്ന് നമുക്ക് കരുതാം. അതുപോലെ MV ഗോവിന്ദന്റെ ഭാര്യ അദ്ദേഹം കുടുംബാധിപത്യം കൊണ്ടുവന്നപ്പോൾ ആ ഭാര്യയെ തളിപ്പറമ്പിൽ തോൽപ്പിച്ചുകൊണ്ടാണ്
പിന്നെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി.കെ. ഗോവിന്ദൻ അവിടുന്ന് അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഇനി തെക്ക് വന്നാല് ജി സുധാകരൻ അമ്പലപ്പുഴയിൽ പാർട്ടിയുടെ പുതിയ സഖ്യങ്ങളെ കുറിച്ച്, അതായത് മത തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട് CPM ഏർപ്പെട്ട സഖ്യത്തെ വിമർശിച്ച ജി സുധാകരൻ 10-25,000 വോട്ടിലധികം നേടി ഒന്നാം തരം വിജയം കരസ്ഥമാക്കുക മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും സുധാകരൻ ഇഫക്റ്റ് പ്രതിഫലിച്ചു. ശരിക്കും ആലപ്പുഴ ജില്ലയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ 2000 തൊട്ടുള്ള പാർട്ടി ഇലക്ഷനുകൾ ഞാൻ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കറിയാവുന്ന ഒരു കാര്യം, സുധാകരൻ പിണറായി പക്ഷത്താവുമ്പോൾ പിണറായി പക്ഷം ഇവിടെ ജയിക്കും. തിരിച്ച് സുധാകരൻ അച്യുതാനന്ദൻ പക്ഷത്ത് പോയാൽ അച്യുതാനന്ദൻ പക്ഷം ജില്ലാ കമ്മിറ്റി പിടിച്ചെടുക്കും. ഇങ്ങനെയായിരുന്നു ഇവിടെ. അങ്ങനെയുള്ള സുധാകരനെ വില കുറച്ച് കണ്ടു എന്നുള്ളത് ശരിക്കും പിണറായി വിജയന് രാഷ്ട്രീയമായിട്ട് പറ്റിയ ഒരു വലിയ മണ്ടത്തരമാണെന്ന് ഞാൻ പറയും. കാരണം വേണമെങ്കിൽ സുധാകരനെ പിണറായി വിജയന് കൂടെ നിർത്താമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ജി സുധാകരനുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആയിട്ട് ഇന്ററാക്ഷൻ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, പിണറായി വിജയനോട് അടിസ്ഥാനപരമായിട്ട് ഒരു സൗഹൃദമുള്ള ആളാണ്. ശരിക്കും അച്യുതാനന്ദനോട് അദ്ദേഹത്തിന് മനസ്സിൽ ആ സൗഹൃദം ഇല്ലായിരുന്നു. പിണറായി വിജയനോട് വളരെ കൃത്യമായ ഒരു സൗഹൃദം ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ നിലപാടുകളോട് യോജിപ്പുണ്ടായിരുന്ന, പിണറായി വിജയൻ പാർട്ടിയിൽ ഏകാധിപതി അല്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു തരത്തിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ജി സുധാകരൻ. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കൂടുതലും ഈ 2000-ന് ശേഷം കൂടുതലും അദ്ദേഹം പിണറായി വിജയനൊപ്പമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനെ വളരെ കറിവേപ്പില പോലെ എടുത്ത് പുറത്തു കളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവിടെ ചില വിധ്വംസക ശക്തികളുമായിട്ട് കൂട്ടുകൂടാൻ CPM-ന് മടിയില്ലാതായപ്പോൾ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ CPM കൂടെ നിർത്തിയിട്ട് അവരെ കൊണ്ട് സുധാകരനെ വെട്ടാൻ നോക്കിയപ്പോൾ, വെട്ടുക എന്ന് ഞാൻ പറഞ്ഞത് ആക്രമിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, ശാരീരിക ആക്രമണമല്ല, അദ്ദേഹത്തിനെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിനെ അപ്രസക്തനാക്കാൻ നോക്കിയപ്പോൾ സുധാകരൻ തിരിച്ചു പോരടിച്ചു. അത് CPM-ന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. അതായത് ഇത് കാണിക്കുന്നത് പാർട്ടിയുടെ അടിവേരിളകുകയാണ്. പാർട്ടി പരാജയപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ ആ പാർട്ടിക്ക് വളരെ ശക്തിയുള്ള സ്ഥലങ്ങളാണ്. ആലപ്പുഴ ജില്ലയിലെ ഇപ്പോഴത്തെ ആലപ്പുഴ മണ്ഡലം പഴയ മാരാരിക്കുളം മണ്ഡലമാണ്. ആ മണ്ഡലം ഉൾപ്പെടുന്ന, പഴയ മാരാരിക്കുളം മണ്ഡലം ഉൾപ്പെടുന്ന ആലപ്പുഴ മണ്ഡലത്തിൽ നിന്നും ചിത്തരഞ്ജൻ എന്ന CPM MLA ഇപ്രാവശ്യം തോറ്റു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് അവിടുന്ന് വിജയിക്കുന്നത്. ഈ ഒരു പഴയ മാരാരിക്കുളം മണ്ഡലം കണ്ണൂരെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ പോലുള്ള ഒരു ശക്തി കേന്ദ്രമായി. അവിടെ 7 പഞ്ചായത്തുകൾ, ആ മണ്ഡലത്തിൽ 7 പഞ്ചായത്തിലും CPM വിജയിച്ചിരുന്നു. അവിടെ CPM-ന് പരാജയം തുടങ്ങിയത് CPM-ന്റെ അന്തഛിദ്രം കൊണ്ടാണ്. ആ അന്തഛിദ്രത്തിൽ വെച്ച് CPM അച്യുതാനന്ദനെ ഒരിക്കൽ കാലുവാരി പരാജയപ്പെടുത്തി. അതൊരു തുടക്കമാണ്. ഈ അന്തഛിദ്രങ്ങളും പരസ്പരമുള്ള കാലുവാരലുകളും പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവത്തെയും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള അച്ചടക്കത്തെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിച്ചു. അങ്ങനെയാണ് CPM-ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇനി ഗൗതമത്തിന്റെ ചോദ്യത്തിന്റെ രണ്ടാം ഘട്ടവും കൂടെ ഞാൻ മറുപടി പറയാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 MLA-മാര് BJPക്ക് ഉണ്ടായിരിക്കുകയാണ്. ഈ O രാജഗോപാല് നേമത്തുനിന്ന് ജയിച്ചത് ഒരു തരത്തിലൊരു സഹതാപവും, അദ്ദേഹം നിന്ന് തോറ്റു O രാജഗോപാലിനോട് ഒരല്പം സ്നേഹം തിരുവനന്തപുരത്തുകാർക്ക് ഉണ്ടായി. അതിന് ഒരു കാരണം, മൊത്തം മലയാളികൾക്കും അദ്ദേഹത്തിനോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഈ റെയിൽവേ സഹമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു. പക്ഷെ വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അത് പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല. O രാജഗോപാലിന്റെ അടുക്ക നിങ്ങൾ സംസാരിക്കാമെങ്കിൽ നിങ്ങൾക്ക് അതുവരെയുള്ള അദ്ദേഹത്തിനെ കുറിച്ചുള്ള ബഹുമാനം എല്ലാം ഇല്ലാതാവും. ഇത്രയും ആത്മപ്രശംസ നടത്തുന്ന ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാനങ്ങ് തുറന്നു പറയുക. യഥാർത്ഥത്തിൽ BJPക്ക് അദ്ദേഹം ഒരു ബാധ്യതയായി. ഈ സഭയിൽ എത്തിയെങ്കിലും BJPക്ക് അനുകൂലമായിട്ട് അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. ഇലക്ഷനിൽ, അതായത് CPM-ന്റെ ശ്രീരാമകൃഷ്ണന് വോട്ട് ചെയ്തിട്ട് ആ ശ്രീരാമകൃഷ്ണൻ എന്ന പേര് തനിക്ക് വളരെ ഇഷ്ടമാണെന്നും അതിൽ രാമനും കൃഷ്ണനും ഉണ്ടെന്നും ഒക്കെയുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോവാതിരുന്നത് ശരിക്കും പറഞ്ഞാൽ BJPയുടെ ഒരു ദൗർബല്യമായിട്ട് ഞാൻ കാണും. പക്ഷെ അത്തരം MLA-മാരല്ല ഇപ്രാവശ്യം ഉള്ളത്. ഇപ്രാവശ്യം വളരെ കഷ്ടപ്പെട്ട ആദ്യം 3000 വോട്ട് ഇലക്ഷൻ നേടി, രണ്ടാമത്തെ ഇലക്ഷനിൽ 45,000 വോട്ട് നേടി, മൂന്നാമത്തെ ഇലക്ഷനിൽ ചാത്തന്നൂരിൽ നിന്ന് വിജയിച്ച BB ഗോപകുമാർ. അത് ബംഗാളിലുമൊക്കെ BJP എങ്ങനെ വിജയിക്കുന്നു ആ രീതിയിൽ വിജയിച്ച വ്യക്തിയാണ് BB ഗോപകുമാർ. ചാത്തന്നൂർ BJPയുടെ ഒരു സുരക്ഷിത മണ്ഡലമൊന്നുമല്ല, പഴയ കോൺഗ്രസ് നേതാവുമാണ് അദ്ദേഹം. ഗോപകുമാർ സാർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം അവിടുത്തെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായിരുന്നു, SN ട്രസ്റ്റിന്റെ. അതിനുശേഷം അവിടുത്തെ പ്രിൻസിപ്പലായി. കൊല്ലം ജില്ലയിലെ പല മാധ്യമ പ്രവർത്തകരും എന്നോട് അദ്ദേഹത്തെക്കുറിച്ച്
വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അഴിമതിയോ അങ്ങനെയൊന്നും തൊട്ട് തീണ്ടാത്ത ആളാണ്. സാധാരണക്കാരെ തൊഴിലാളികളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന, കശുവണ്ടി തൊഴിലാളികളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്രമാനുഗതമായിട്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് ഇന്ന് അവിടുന്ന് തരക്കേടില്ലാത്ത ഏതാണ്ട് 4000-ഓളം വോട്ടിന് ഭൂരിപക്ഷത്തിൽ അവിടുന്ന് വിജയിച്ചു. വളരെ കഠിനമായ അധ്വാനം ചെയ്തിട്ടാണ് വി മുരളീധരൻ, CPM-ന്റെ ഒരു കോട്ടയാണ് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം മണ്ഡലം. ആ കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നും വി മുരളീധരൻ കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഒരു എല്ലാ രാഷ്ട്രീയ മെയ്വഴക്കം ഉള്ള, എല്ലാത്തരം അഭ്യാസത്തിലും നിപുണനായിട്ടുള്ള ആ കടകംപള്ളി സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത്. അതും BJP-യുടെ ഒരു യഥാർത്ഥ. അതുപോലെ തന്നെ നിയമം വീണ്ടും തിരിച്ചു പിടിച്ചു രാജീവ് ചന്ദ്രശേഖർ. തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു വിഷയത്തിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന ആദ്യത്തെ ഇലക്ഷനിൽ തന്നെ അദ്ദേഹം വെറും 15,000 താഴെ വോട്ടിനാണ് അദ്ദേഹം ശശി തരൂരിനോട് പരാജയപ്പെട്ടത്. നല്ല ഇലക്ടറൽ പെർഫോമൻസ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത്. വീണ്ടും അതൊരു ഒരു ഫ്ലൂക്ക് അല്ലായിരുന്നു, അതായത് അതൊരു യാദൃശ്ചികത അല്ലായിരുന്നു ലോക്സഭാ ഇലക്ഷൻ എന്ന് തെളിയിക്കുന്നതാണ്. നിയമം BJP-യുടെ ശക്തി കേന്ദ്രമായിരിക്കാം, പക്ഷെ ശിവൻകുട്ടി, നമ്മൾ പുറത്ത് കാണുന്നത് ശിവൻകുട്ടിയെ ഒരു ഗുണ്ടാ രാഷ്ട്രീയത്തിന്റെ വ്യക്തിയായിട്ടും ശിവൻകുട്ടി വായി തോന്നുന്ന വിളിച്ച് പറയാം, അങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നേമം മണ്ഡലത്തിലുള്ളവർക്ക് ശിവൻകുട്ടി എന്ന വ്യക്തി വളരെ ഒരു ഉപകാരിയാണ്. ഏത് പൊതുവിഷയത്തിലും ഇടപെടുകയും പൊതുജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. കുറച്ച് ക്രൂഡായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അത്ര അത്ര വിനയവും അതൊന്നും കാണിക്കാൻ പുള്ളിക്ക് അറിഞ്ഞുകൂടാ. തൊഴിലാളി രാഷ്ട്രീയവും അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ CITU-വിലും ഒക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് ശിവൻകുട്ടി. പക്ഷെ ശിവൻകുട്ടി സാധാരണക്കാരുടെ ആവശ്യങ്ങളോട് എപ്പോഴും ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ശിവൻകുട്ടിയെ തോൽപ്പിച്ചത് അത്ര നിസ്സാര കാര്യമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പിന്നെ ആ മണ്ഡലത്തിൽ അത്യാവശ്യം 30% ന്യൂനപക്ഷ വോട്ടുള്ള ഒരു മണ്ഡലമാണ് ഈ നിയമമണ്ഡലം. പ്രത്യേകിച്ച് ആ ന്യൂനപക്ഷ വോട്ടെന്ന് പറഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും മുസ്ലിം വോട്ടാണ്. അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ നിന്ന് രാജീവിന് ജയിക്കാൻ പറ്റിയെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിപ്രഭാവവും കൂടെ ആയിട്ട് ഞാൻ കാണാം. അങ്ങനെ 3 MLA-മാർ ഈ അസംബ്ലി വരുന്നത് BJP-യെ സംബന്ധിച്ചിടത്തോളം BJP-യുടെ ശബ്ദമായിരിക്കും അവര് സഭയിൽ കൊണ്ടുവരിക. അല്ലാതെ രാജഗോപാൽ ഇരുന്നപ്പോഴത്തെ അഴകൊമ്പൻ പ്രസ്താവനകളുമായിട്ട് സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് അവിടുന്ന് എന്തെങ്കിലും തനിക്കുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിച്ചെടുക്കുന്ന ഒരു MLA-മാരായിരിക്കും ഇപ്രാവശ്യം BJP-യുടേതെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ഒരു വിശുദ്ധ പശുവാണ് രാജഗോപാൽ, ആരും വിമർശിക്കാറില്ല. പക്ഷെ ഞാൻ ഉള്ള കാര്യം പറയാനേ എപ്പോഴെങ്കിലും ആരെങ്കിലും പറയണമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇപ്രാവശ്യം വളരെ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് BJP നടത്തിയത്. CPM-ന് യഥാർത്ഥത്തിൽ പേടിക്കേണ്ടതുണ്ട്. കാരണം CPM-ന്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള, ഞാനിപ്പോൾ ഈ ആൾക്കാരുടെ ജാതി പറഞ്ഞ് ഓരോരുത്തരെ അത് ചെയ്യുന്നില്ല, പക്ഷെ CPM-ന്റെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ഒരു സമുദായത്തിൽ നിന്നാണ് BJP-യുടെ 2 MLA-മാർ. ആ 2 MLA-മാരും അതാണ് CPM-ന് ഭയക്കേണ്ട കാര്യം. അതായത് അവിടെ നിന്ന് ഒരു ഒഴുക്ക് ഇങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പുറത്ത് നായർ സമുദായം തിരുവനന്തപുരം ജില്ലയിലും പല ജില്ലകളിലും ഇപ്പൊ നല്ല രീതിയിൽ BJP-യുടെ കൂടെയാണ്. അവർക്കുണ്ടായ സംശയവും ഇപ്പൊ മാറും. BJP ജയിക്കുമെന്നുള്ള സ്ഥിതി വരും. അത് ഒരു പ്രത്യേക രാഷ്ട്രീയ സ്ഥിതി ഉണ്ടാക്കും. ഒരു ഹിന്ദു വോട്ടിന്റെ ഏകീകരണം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് BJP-യുടെ കേരളത്തിലെ നേതൃത്വമൊന്നും അത്ര വലിയൊരു ദീർഘവീക്ഷണമുള്ളവരൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ കേന്ദ്ര നേതൃത്വം ഇവിടെ ഈ ഒരു സാധ്യത മണത്തറിയും. അങ്ങനെ മണത്തറിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇപ്പൊ ബംഗാൾ പിടിക്കാവുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളം പിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബംഗാളിലെ മമതാ ബാനർജി എന്ന രാഷ്ട്രീയ ഏതറ്റം വരെയും പോകും അവര് ഈ കഴിഞ്ഞ ഭവാനിപ്പൂരിലെ അമിത്ഷായുടെ റോഡ് ഷോ മമതയുടെ ആൾക്കാർ വന്ന് തടഞ്ഞു. നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ ഇന്ത്യയിൽ എവിടെങ്കിലും അത് സംഭവിക്കുമെന്ന്. ആ ഭവാനിപ്പൂർ 15,000 വോട്ടിന് മമതാ ബാനർജി തോറ്റുപോയി എന്ന് പറയുമ്പോൾ അങ്ങനെ തോൽപ്പിച്ച രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പിന്നെ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ CPM-ന് പേടിക്കണം. CPM മുക്ത ഭാരതം എന്ന് ഞാൻ പറഞ്ഞത് അതൊരു വെറും ഒരു പ്രയോഗം മാത്രമല്ല, അതില് വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ഒരു സൂചന കൂടിയാണ്. CPM-ന്റെ അന്തഛിദ്രം അതിപ്പോ നിൽക്കുമെന്ന് തോന്നുന്നില്ല. പിണറായിയുടെ മരുമോൻ വീണ്ടും ജയിച്ചു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും പവർ സ്ട്രഗിൾ വരും ദിവസത്തിൽ CPM-നുള്ളിൽ വലിയ ശക്തി പരീക്ഷണങ്ങൾ നടക്കും. ആ ശക്തി പരീക്ഷണം പാർട്ടിയും കൊണ്ടേ പോകും. കണ്ടക ശനിയാണ് പിണറായിക്ക്, കൊണ്ടേ പോകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വരും ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല. പഴയ കോൺഗ്രസ് ആയിരിക്കില്ല ഇപ്രാവശ്യം അധികാരത്തിലുള്ള. പഴയ കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ CPM-നോട് ഉള്ളിലൊരു പേടിയുണ്ട്.
അവർ പലപ്പോഴും CPM-നെതിരെ ഇന്നിപ്പോ ഭരണത്തിൽ വന്നാൽ പോലും CPM ഒന്ന് ഭരിക്കുന്നു. ഒരു വലിയ ഒച്ചപ്പാടുണ്ടാക്കാൻ പോലും പ്രതിപക്ഷത്തിന് ശക്തിയില്ല. 35 പേരേ ഉള്ളൂ, ഇപ്പുറത്ത് 102 പേരാണ്. അതെ 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 അതെ. അവിടെ പോയിട്ട് അടിയുണ്ടാക്കാനോ നിയമസഭയിലെ തുണിപൊക്കി കാണിക്കാനോ ഉള്ള ശിവൻകുട്ടിമാരൊന്നും ഇനി അധികമില്ല. സ്പീക്കറുടെ ഡെസ്കിന്റെ മേളിൽ കയറി നിൽക്കാനും പിന്നെ അങ്ങനെയൊന്നുള്ള ശേഷിയുള്ള ആൾക്കാർ ഇനിയില്ല. ഇനിയാണെങ്കിൽ ചിലപ്പോൾ തിരിച്ച് അടി വാങ്ങിച്ചെന്ന് ഇരിക്കും. നിയമസഭയിൽ ഉള്ളിൽ കിടന്ന് അടി വാങ്ങിക്കാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പൊ സ്വാഭാവികമായിട്ടും CPM-ന് അത്ര ഒരു ശുഭകരമല്ല. മറ്റൊരിടത്തുനിന്നും ശക്തി കിട്ടാനുമില്ല. ഫണ്ട് റേസിംഗിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. കൂടുതൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും തൽക്കാലം ഞാൻ കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ പ്രേക്ഷകരെ സമീപിക്കാം.